ഇന്നത്തെ എൻ്റെ യാത്ര തിരുവനന്തപുരം ഭീമാപള്ളിയിലേക്കാണ്. ഈ വീഡിയോയിലൂടെ ഭീമാപള്ളിയെക്കുറിച്ചുള്ള ചെറിയൊരു ചരിത്രവും അതുപോലെ തന്നെ ഇവിടേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പ മാർഗവും നമുക്ക് നോക്കാം. കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി. നബി പരമ്പരയിൽപ്പെട്ടവർ ഈ പള്ളിയിലെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി, മകൻ ഷേഖ് സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാപള്ളിയിലുള്ളത്. കല്ലടി ബാവ എന്ന ഒരു സിദ്ധൻ്റെ ഖബറും ഇവിടെയുണ്ട്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേര് ഉണ്ടാകുന്നത്. ആതുര സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തി സ്ഥിര താമസമാക്കി. വലിയ വിദഗ്ധനായ ഒരു വൈദ്യനായിരുന്ന മാഹിൻ്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചുകൊണ്ടിരുന്നു. രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതാരോഹണം നടത്തുകയായിരുന്നു. എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേകിയ കൺവേർഷനെ തങ്ങളുടെ നിലനിൽപ്പിനു ഭീഷണിയായി കണ്ട രാജഭരണകൂടം വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞുകൊണ്ടിരുന്നു. കരം നൽകണമെന്ന ഉത്തരവിനോട് ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം എന്നു മാഹിൻ പ്രതികരിക്കുകയും മാഹിനെയും കൂട്ടാളികളെയും ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു. മകൻ്റെ വേർപാടിൽ മനം നൊന്ത ഭീമാ ബീവിയും വൈകാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയായിരുന്നു. ഇവരെ കബറടക്കിയ സ്ഥലത്താണ് പള്ളി വന്നത്. രോഗശമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മാലിക് ബിൻ ദീനാറിന് ശേഷം ഇസ്ലാം മത പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ ഈ പുണ്യാത്മാക്കളുടെ സ്മരണയിൽ വർഷം തോറും ഇവിടെ ഉറൂസും ആഘോഷിക്കാറുണ്ട്. തിരുവനന്തപുരം ഭീമാപള്ളിയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് വെടിവെപ്പ് നടന്നിരുന്നു. 2009 മെയ് 17 ഉച്ചതിരിഞ്ഞ് പോലീസ് ജനങ്ങൾക്ക് നേരെ വെടിവെപ്പ് നടത്തിയ സംഭവമാണ് ഭീമാപള്ളി പോലീസ് വെടിവെപ്പ് എന്നറിയപ്പെടുന്നത്. സംഭവത്തിൽ 6 പേര് കൊല്ലപ്പെടുകയും 50ഓളം പേർക്ക് വെടിയേറ്റ് പരിക്കേൽക്കുകയും ചെയ്യുകയായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇടത് സർക്കാരിൻ്റെ കാലത്താണ് ഈ സംഭവം നടന്നത്. പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ വിദേശത്ത്, പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ഒട്ടനവധി ആളുകൾ കച്ചവടം ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പുതിയ തലമുറയിൽപ്പെട്ട പലരും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനമാണ് ഭീമാപള്ളിക്കാരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. ഭീമാപള്ളി ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണമായിരുന്നു ഇത്. എന്തായാലും ഞാൻ തലേ ദിവസം രാത്രി ഞാൻ തിരൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. രാത്രി 10:30 ട്രെയിനിന് കയറി പിറ്റേന്ന് രാവിലെ 6:45 ട്രിവാൻഡ്രത്തെത്തിയത്. അവിടെ വന്ന് ആദ്യം ഞാൻ പോയത് ഭീമാപള്ളിയായിരുന്നു. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് ഈസ്റ്റ് കോട്ടിൽ എത്താനായിട്ട് പറ്റും. അവിടെ നിന്നാണ് ഭീമാപള്ളിയിലേക്ക് ബസ് കയറാൻ പറ്റുക. അവിടുന്ന് ബസ്സിന് 15 രൂപയാണ് ഒരാൾക്ക് ചാർജ്. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് ഈസ്റ്റ് കോട്ടിൽ നിന്ന് നമുക്ക് നേരെ ഭീമാപള്ളി എത്താനായിട്ട് പറ്റും. നേരെ പള്ളിയുടെ ആ ഒരു കവാടത്തിൽ, മെയിൻ കവാടത്തിൽ വന്നിട്ടാണ് ബസ് നിർത്തുന്നത്. അതുപോലെ നമുക്ക് തിരിച്ചു പോകാനും എളുപ്പമാണ്. അവിടെ നിന്ന് തന്നെ ബസ് കിട്ടുന്നതാണ്. ഇവിടെ വരുമ്പോൾ നാനാ ജാതി മതസ്ഥരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ സന്ദർശിക്കാനായിട്ട് നമ്മുടെ കേരളത്തിന് അകത്ത് നിന്ന് അതുപോലെ പുറത്ത് നിന്നൊക്കെ ഒരുപാട് ആളുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ വർഷം തോറും ഇവിടെ ഉറൂസ് നടക്കാറുണ്ട്. ഉറൂസിൻ്റെ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ലോങ്ങിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇതിൻ്റെ ചുറ്റും റൂമുകളൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്താൽ കിട്ടും. പിന്നെ അതുപോലെ ഇവിടെ മരുന്ന് കിണർ പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇതിൽ നിന്ന് വെള്ളം കുടിച്ച് ഇവിടെ ആളുകൾ കുളിക്കുന്നതും വെള്ളം കുടിക്കുന്നതും വെള്ളം ബോട്ടിലാക്കി കൊണ്ടുപോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മരുന്ന് കിണർ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ കരുതിയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് എടുത്തിരുന്നു. എന്തായാലും നമ്മൾ ബസ് മുഖാന്തരമാണ് ഇവിടേക്ക് വന്നത്. ഈസ്റ്റ് കോട്ടിൽ നിന്നാണ് ബസ് കയറിയത്. ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോർഡിൽ എഴുതിയിട്ടുണ്ടാകും ഭീമാപള്ളി എന്ന്. ഒരു 15 മിനിറ്റ് കൊണ്ട് ഏകദേശം നമുക്ക് ഭീമാപള്ളിയിൽ എത്താം കേട്ടോ. ട്രിവാൻഡ്രത്ത് നിന്ന് 15 രൂപയാണ്. ഇതാണ് ടിക്കറ്റ്. 15 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. എന്തായാലും പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.